നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇറാൻ്റെ അത്യാധുനികമായ യുദ്ധക്കപ്പൽ IRIS ദേന ശ്രീലങ്കയുടെ തീരത്തിന് ഏകദേശം 30 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചുകൊണ്ട് അമേരിക്കയുടെ അന്തർവാഹിനി മുക്കിയിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ എല്ലാവിധ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് മുൻകൂട്ടി മുന്നറിയിപ്പ് കൊടുക്കാനോ കീഴടങ്ങാൻ ആവശ്യപ്പെടുകയോ ചെയ്യാതെ മറ്റൊരു രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ അതിഥികളായിക്കൊണ്ട് വിശാഖപട്ടണത്ത് മിലാൻ 26 എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഫ്ലീറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പരേഡിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കപ്പൽ, അതിലുള്ള നാവികർ 180ഓളം വരുന്ന നാവികരിൽ ഏതാണ്ട് 150ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കേവലം 30 പേരെ മാത്രമേ ശ്രീലങ്കയുടെ അവരുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ വെച്ചുകൊണ്ടാണ് ഈ കപ്പലിനെ ആക്രമിച്ചിരിക്കുന്നത്. എല്ലാവിധ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ കപ്പലിനെയും അതിലുള്ള നാവികരെയും മുക്കിക്കൊന്നിരിക്കുന്നത്. ആ നാവികരെ രക്ഷപ്പെടുത്താൻ, ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന നാവികരെ ഒരു തരത്തിലുള്ള അക്രമത്തിൻ്റെയും ഭാഗമല്ലാതെ ഇന്ത്യയിൽ വന്ന അതിഥി ദേവോ ഭവ എന്ന മഹാഭാരതത്തിലെ ആപ്തവാക്യം ആവർത്തിച്ച് ഉരുവിടുന്ന ഒരു ഭരണകൂടമുള്ള ഒരു രാജ്യം ഇന്ത്യ, ആ ഇന്ത്യയുടെ അതിഥികളായിക്കൊണ്ട് വിശാഖപട്ടണത്ത് പരേഡിന് വന്ന് തിരിച്ചു പോകുന്ന 180ഓളം വൈമാനികരെയാണ് അമേരിക്കയുടെ ക്രൂരമായ നയങ്ങൾ മൂലം അവരെ അതിക്രൂരമായിക്കൊണ്ട് അന്തർവാഹിനി ആ കപ്പൽ തകർത്തുകൊണ്ട് മുക്കിക്കൊന്നത്. ഒന്ന് രക്ഷപ്പെടുത്താൻ പോലും അമേരിക്കയുടെ ഒരു സംവിധാനം, കപ്പലോ തകർത്തു. അതിലെ നാവികർ എന്ത് കുറ്റമാണ് ചെയ്തത്? അന്താരാഷ്ട്ര നിയമപ്രകാരം അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാനും അത്തരത്തിലുള്ള വിചാരണയും നേരിടുന്നതിന് പകരം, അല്ലെങ്കിൽ അവരെ പിടികൂടുന്നതിന് പകരം എല്ലാവരെയും യാതൊരു ദയയും കൊടുക്കാതെ, ഒരു മുന്നറിയിപ്പ് പോലും കൊടുക്കാതെ ആ കപ്പൽ വേണമെങ്കിൽ അമേരിക്ക പിടിച്ചെടുക്കാമായിരുന്നു. അതുപോലും ചെയ്യാതെ മുക്കിക്കൊന്നിരിക്കുകയാണ്. എത്രമാത്രം ക്രൂരമായ സമീപനമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. തൊട്ട് മുമ്പാണ് ഇറാനിലെ കൊച്ചു കുട്ടികളെ 165ഓളം കുട്ടികളെ, മദ്രസയിലെ കുട്ടികളെ കൊന്നൊടുക്കിയ അമേരിക്കക്ക് ഈ നാവികരെ കൊന്നപ്പോൾ യാതൊരു തരത്തിലുള്ള സങ്കോചവും ഉണ്ടായില്ല. അത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നില്ല. പക്ഷെ അത്ഭുതപ്പെടുത്തുന്നത് അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ആപ്തവാക്യം സ്വീകരിച്ച് രാജ്യത്തിൻ്റെ അതിഥികളായ ആളുകൾ തിരിച്ചു പോകുന്ന സമയത്ത് കൊല്ലപ്പെട്ടിട്ട് ഇതേവരെ നമ്മുടെ രാജ്യം ഒരു പ്രതിഷേധ പ്രസ്താവന പോലും ഇറക്കിയില്ല. അതേക്കുറിച്ചൊരു ദുഃഖം രേഖപ്പെടുത്താൻ പോലും തയ്യാറായില്ല. ഇതൊക്കെ നടന്നിട്ടും കേട്ടിട്ടില്ലാത്തതുപോലെ നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ആക്രമിക്കപ്പെട്ട കപ്പലിലെ നാവികർക്ക് ആവശ്യമായ വൈദ്യസഹായം ഓഫർ ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. അവർക്ക് വേണ്ട സഹായം കൊടുക്കാൻ ബാധ്യതയുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തോട് ഇത്തരത്തിലുള്ള തെറ്റിനെതിരെ ചൂണ്ടിക്കാണിക്കാൻ ഗാന്ധിജിയുടെ നാട്ടുകാർക്ക് ഉത്തരവാദിത്തമുണ്ടായിരുന്നു. പക്ഷേ സംഘപരിവാറിൻ്റെ BJPയുടെ ഭരണകൂടം ഇതേവരെ അമേരിക്കയെ പേടിച്ചിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല. എന്തുമാത്രം ക്രൂരമായ സമീപനമാണ്! മഹാഭാരതത്തിലെ ഇത്തരത്തിലുള്ള മഹത്തായ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ആപ്തവാക്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ അതിനെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു സംസ്കാരമുള്ള രാജ്യത്ത് അതിഥികളായി വന്നു പോയ ആളുകളെ തിരിഞ്ഞു നോക്കാതെ അവർ വെള്ളത്തിൽ മുക്കിക്കൊന്നപ്പോൾ ആ ആളുകളെ കഴിഞ്ഞ ദിവസം വിശാഖപട്ടണത്ത് നമ്മോടൊപ്പം പരേഡ് നടത്താൻ വന്ന് തിരിച്ചുപോയ ആളുകളെ അതിക്രൂരമായി അമേരിക്ക മുക്കിക്കൊന്നപ്പോൾ ഒരക്ഷരം മിണ്ടാതിരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ സമീപനം അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്, ദുഃഖിപ്പിക്കുന്നതാണ്. എല്ലാ ജനങ്ങളും ഇതിൽ പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ എന്തുമാത്രം നികൃഷ്ടവും ക്രൂരവുമാണെന്ന് ചിന്തിക്കാതെ വയ്യ. നന്ദി, നമസ്കാരം.